കേരളത്തിലെ ക്ഷേത്രോത്സവങ്ങളിൽ ദേവസംഗമം നടക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് വൈക്കം മഹാദേവ ക്ഷേത്രം. അഷ്ടമി നാൾ അർദ്ധരാത്രിയോടു കൂടിയാണ് അത്യപൂർവമായ ഈ ചടങ്ങ്. വൈകിട്ട് 6 മണിയോടുകൂടി തന്നെ ഏറ്റവും അകലെയുള്ള ക്ഷേത്രമായ കൂട്ടുമ്മേൽ ക്ഷേത്രത്തിലെ ദേവി അമ്പലത്തിൽ നിന്നും പുറപ്പെടുകയും ഉദയനാപുരത്തപ്പൻ്റെ അമ്പലത്തിലെത്തി വിശ്രമിക്കുകയും ചെയ്യുന്നു. രാത്രി 11 മണിയോടെ താരകാസുര നിഗ്രഹത്തിന് ശേഷം എത്തുന്ന ഉദയനാപുരത്തപ്പനും കൂട്ടുമ്മേൽ ഭഗവതിയും ശ്രീനാരായണപുരം ശ്രീകൃഷ്ണസ്വാമിയും വടക്കേ നടയിലെ വലിയ കവലയിൽ എത്തുന്നു. അതേസമയം തെക്കേ നടയിൽ മൂത്തേടത്ത് കാവിലമ്മ, ഇണ്ടംതുരുത്തി കാർത്യായനി ദേവി, കിഴക്കുംകാവ് ദുർഗാദേവി, പുഴവായ്ക്കുളങ്ങര മഹാവിഷ്ണുസ്വാമി, ടിവിപുരം ശ്രീരാമസ്വാമി തുടങ്ങിയ ദേവീദേവന്മാരും എത്തുന്നു. ഉദയനാപുരത്തപ്പനും കൂട്ടരും വടക്കേ നടയിലൂടെ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കുമ്പോൾ മറ്റു ദേവീദേവന്മാർ തെക്കേ നടയിലൂടെ പ്രവേശിക്കുന്നു. തുടർന്ന് ഇവർ വടക്കുവശത്തെത്തി ഉദയനാപുരത്തപ്പനും ഒന്നിച്ച് കിഴക്കേ നടയിലെ വ്യാഘ്രപാദത്തറയ്ക്ക് സമീപമുള്ള വലിയ ആനപ്പന്തലിലേക്ക് പ്രവേശിക്കുന്നു. മകൻ്റെ വരവിനായി അവിടെ കാത്തു നിൽക്കുന്ന വൈക്കത്തപ്പൻ എല്ലാവരെയും സ്വീകരിക്കുന്നതോടെ ദേവസംഗമം ആരംഭിക്കുകയായി. പിന്നീട് കൂടിപ്പൂജ വിളക്കും വലിയ കാണിക്കയും നടക്കുന്നു.